ായിട്ട് സംസാരിച്ചു. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, നമുക്ക് ഈ ഒരു ക്യാമ്പസിൻ്റെ ടോട്ടൽ 3 മലയാളി ഫാക്കൽറ്റീസ് ആണ് വരുന്നത്. അതിൽ 2 പേര് നമ്മളോടൊപ്പം ഇൻ്റർവ്യൂവിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 മലയാളി ടീച്ചേഴ്സിൻ്റെ ഈ ഒരു ക്യാമ്പസിലുള്ള എക്സ്പീരിയൻസ്, ഇവർക്ക് എങ്ങനെയാണ് സ്റ്റുഡൻസുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്കറിയാം. ഹായ് മാം, പേരെങ്ങനെയാ? എൻ്റെ പേര് തുഷാര. സ്ഥലം? ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ തന്നെയാണ്. ബേസ്ഡ് ഇടുക്കിയാണ്. ഓക്കെ. മേഡത്തിന്റെ പേര്? എൻ്റെ പേര് ഡോക്ടർ ടിൻസി. ഓക്കെ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്, പക്ഷേ ഇവിടെ സെറ്റിൽഡ് ആണ്. ഓക്കെ, നമുക്ക് മൊത്തത്തിൽ 3 മലയാളി ഫാക്കൽറ്റീസ് ആണുള്ളത്. അത് 2 പേരാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഇന്റർവ്യൂവിനുള്ളത്. സോ നിങ്ങളുടെ 2 പേരുടെ ഇപ്പം മേഡത്തിന്റെ ഒരു ഇപ്പം എത്ര വർഷമായി ഈ ഒരു ക്യാമ്പസ്? ഞാനിവിടെ 8 വർഷമായി. 8 വർഷമായി. എങ്ങനെയുണ്ട് ഈ 8 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ? ഒരു വളരെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. ഞാനിവിടെ 2018 സ്റ്റാർട്ടിങ്ങിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു 7-8 ബാച്ച് പാസ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട്. BSc, GNM, MSc സ്റ്റുഡൻസ് ആയിട്ട്. നല്ല സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. നമ്മൾ കൂടുതലും സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഓക്കെ. എങ്ങനെയുണ്ട് ഇപ്പം മേഡത്തിന്റെ ഒരു ഈ ഒരു എക്സ്പീരിയൻസിൽ? മേഡം എത്ര വർഷം ഇവിടെ? ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. 10 വർഷമായി. ഓക്കെ. മേഡം ഇവിടെ തന്നെ പഠിച്ച ആളാണല്ലേ? അതെ, ഞാൻ MSc നഴ്സിംഗ് ഇവിടെ പഠിച്ചതാണ്. അതുകൊണ്ട് സ്വന്തം ക്യാമ്പസ് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന വെരി പ്രൗഡ് ഓഫ് മൈ ക്യാമ്പസ്. ഓക്കെ. ഇപ്പം മേഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പല പുറത്തുള്ള, ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സാംസ് ആണെങ്കിലും പല കോളേജസിലും പോകാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കോളേജിൽ നമ്മൾ അടിപൊളിയാന്ന് പറയാൻ പറ്റുന്ന 2 ഫാക്ട്സ് പറയാം. ടീച്ചിങ് ഫാക്കൽറ്റീസ് വെരി വെൽ ക്വാളിഫൈഡ് ടീച്ചിങ് ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലാബ്സ് എടുത്തു പറയാൻ ഉള്ളത്, എല്ലാ ലാബ്സും എല്ലാ സബ്ജക്റ്റിനും ഡിഫറെൻറ്റ് ലാബ്സ് ഉണ്ട്. അതിലും എടുത്തു പറയാനുള്ളത് സ്കിൽ ലാബാണ് ഏറ്റവും നന്നായിട്ട് ഇവിടെ കൊണ്ടുപോകുന്ന ഒരു ലാബ്. എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. കുട്ടികൾ ആക്ച്വലി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ അവർക്ക് എല്ലാ രീതിയിലുള്ള ഇവിടെ ഫൗണ്ടേഷൻ ലാബ് ഉണ്ട്, അതുപോലെ OBG ലാബ്, എല്ലാ ലാബ്സിനും സെപ്പറേറ്റ് റൂംസും, അതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ എക്യുപ്മെന്റ്സും. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇൻക്യുബേറ്റേഴ്സിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഇരിക്കുന്നത്. പലയിടത്തും ജസ്റ്റ് പേസ്റ്റ് ബോർഡിൽ ഉണ്ടാക്കിയ ഡമ്മികളാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ സെക്ഷൻസിന്റെ വാക്കം യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒറിജിനൽസ് ആണ് ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും എനിക്ക് ഇവിടെ കണ്ടിട്ട് നോക്കിയപ്പോൾ ന്യൂട്രീഷൻ ലാബ്, പല കോളേജസിന് ഇമ്പോർട്ടന്റ് കൊടുക്കാതെ ഏതെങ്കിലും ഒരു പഴയ മിക്സി, അതല്ലെങ്കിൽ ചെറിയൊരു സ്റ്റൗ മാത്രം. ഇവിടെ ഒരു 2 ഐലൻഡ് കിച്ചണും അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്തേക്കുന്ന ഒരു ന്യൂട്രീഷൻ ലാബാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്തിൽ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കൂടുതലും മലയാളി കുട്ടികൾ വരാറുണ്ട്, അതർ സ്റ്റേറ്റ് കുട്ടികൾ വരാറുണ്ട്. എങ്ങനെയാണ് നിങ്ങളിപ്പം കുട്ടികളുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക്? നമ്മൾ എല്ലാ കുട്ടികളെയും നമ്മൾ ഈക്വലി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ സ്റ്റേറ്റ്സിലും